ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് നാറ്റ് കോച്ച് അഷു. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് വാമപ്പും സ്ട്രെച്ചസുമാണ് ബിഗിനേഴ്സിൻ്റെ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബിഗിനേഴ്സിനായിട്ടുള്ള ഫുൾ ബോഡി ഡംബൽ വർക്കൗട്ട്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാമപ്സ് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡംബൽ വർക്കൗട്ട്സിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5. നെക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് 1 2 3 4. അടുത്ത് സ്ട്രെച്ചസ് ആണ്. ഫസ്റ്റ് ഷോൾഡർ സ്ട്രെച്ച്. അടുത്ത് നമുക്ക് പുഷപ്പ് ചെയ്യാം. ഓക്കെ, ഷോൾഡർ ലെവൽ വയ്ക്കുക, ലെഗ് ക്ലോസ് ചെയ്യുക, ഗ്ലൂട്ട് അപ്പ് ചെയ്തിട്ട്. ഓക്കെ, 1 2 3. പുഷപ്പ് കഴിഞ്ഞു. അടുത്തത് പുള്ളപ്സ് ആണ്. അപ്പോൾ പുള്ളപ്സിൽ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് നോർമൽ പുള്ളപ്സ് ചെയ്യാം. 1 2 3 4 5 6 7 8 9. പുഷപ്പും പുള്ളപ്സും ഡിപ്സും കഴിഞ്ഞു. അടുത്ത് സ്ക്വാട്ട്സ് ആണ്. ഓക്കെ, സ്ട്രൈറ്റ് ആണ് വയ്ക്കുക, ലെഗ് ഷോൾഡർ ലെവൽ വയ്ക്കുക. ആൻഡ് 1 2 3. നമുക്ക് വാമപ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വർക്കൗട്ട്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഡംബൽ പ്രസ്സാണ്, ഇൻക്ലൈൻ ഡംബൽ പ്രസ്. ഓക്കെ, 3 സെറ്റ് 10 നമ്പേഴ്സ് വെച്ച് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചെസ്റ്റ് ലെവലിൽ വയ്ക്കുക, എന്നിട്ട് മേലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, ഇറക്കുക, തിരിച്ച് പുഷ് ചെയ്യുക. ഓക്കെ, ഈ ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ ഡംബലിൽ നമ്മൾ കൂട്ടിമുട്ടാണ്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ 3 സെറ്റ് 10 നമ്പേഴ്സ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്ലൈൻ ഡംബൽ പ്രസ് കഴിഞ്ഞു. അടുത്തത് ഷോൾഡർ ഡംബൽ പ്രസ്സാണ്. നമ്മൾ ചെയറിലിരിക്കുക, സീറ്റിലിരുന്നിട്ട് ലെഗ് ഷോൾഡർ ലെവൽ വയ്ക്കുക, ജസ്റ്റ് ചെസ്റ്റ് അപ്പ് ചെയ്യുക. ഓക്കെ, ഒന്ന് അതിലോട്ട് പുഷ് ചെയ്യുക. 1 2 നമ്മൾ ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ ഈ ഡംബലുകൾ ഇതുമാതിരി ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം താഴെ ഇറക്കുക, തിരിച്ച് ഈ ലെവൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇതും 3 സെറ്റ് 10 or 12 നമ്പേഴ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻക്ലൈൻ ഡംബൽ പ്രസ് കഴിഞ്ഞു. അടുത്ത് ഷോൾഡർ ഡംബൽ പ്രസ്സും കഴിഞ്ഞു. അടുത്ത് നമ്മൾ ബൈസെപ്സിൻ്റെ ഡംബൽ കേളാണ്. അത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 1 1 2 2. ഇതും 3 സെറ്റ് 10 or 12 നമ്പേഴ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബൈസെപ്സ് കേൾ ചെയ്യുമ്പോൾ ഡംബിൾസ് ഇങ്ങനെ വെച്ചിട്ട് 1 1 നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്ലോയിൽ നിന്ന് പോകുന്ന വെയിറ്റ് വെച്ചിട്ട് 1 1. അപ്പോൾ നമ്മൾ ചെസ്റ്റ് കഴിഞ്ഞു, ഷോൾഡർ കഴിഞ്ഞു,
ബൈസെപ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ട്രൈസെപ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ട്രൈസെപ്പ് ഡംബൽ ഓവർ ഹെഡാണ് ചെയ്യുന്നത്. ഇത് 3 സെറ്റ് 10 to 12 നമ്പേഴ്സ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട്. 1 2 അപ്പോൾ നമ്മൾ ചെസ്റ്റ് കഴിഞ്ഞു, ഷോൾഡർ കഴിഞ്ഞു, ബൈസെപ്സ് കഴിഞ്ഞു, ട്രൈസെപ്സും കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് വർക്കൗട്ടാണ്. നമ്മൾ ഡംബൽ റോയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നിൽക്കുമ്പോൾ ഷോൾഡർ ലെവൽ ലെഗ് പ്ലേസ് ചെയ്യുക, ഗ്ലൂട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്ത് ഹെഡ്. ഓക്കെ, 1 2 10. നമ്മളിത് ചെയ്യുമ്പോൾ ഹെഡ് താഴത്തെയോ മേലോട്ട് നോക്കിയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് നെക്ക് പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിൽക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതും 3 സെറ്റ് 10 to 12 റിപ്സ്. നമ്മൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസ്, ബൈസ്, ബാക്ക്. പിന്നെ ഈ ഫൈനൽ വർക്കൗട്ട് സ്ക്വാട്ടാണ്, ഡംബൽ സ്ക്വാട്ട്. അത് നമുക്ക് ചെയ്യാം. അതും 3 സെറ്റ് 10 or 12 റിപ്സ് ചെയ്യുക. ഓക്കെ, സ്റ്റാൻഡ് ചെയ്യുക, ഷോൾഡർ ലെവൽ ലെഗ് വയ്ക്കുക, ബാക്കിലോട്ട് ഇതിലിരിക്കുക. 1 2 ഇന്നത്തെ ഫുൾ ബോഡി വർക്കൗട്ട് ഫിനിഷായി ബിഗിനേഴ്സിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കമോ. അങ്ങനെ വർക്കൗട്ടെല്ലാം ഫിനിഷായി. എല്ലാവർക്കും വർക്കൗട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.